കാരണം ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് പോവാണ്. ഞങ്ങളുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നീതി ഹോളിഡേ ആയതുകൊണ്ടൊരു ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട് റാസൽ ഖൈമയിൽ. അതിനുവേണ്ടി പോവാണ് ഞങ്ങൾ. ഫുൾ സെറ്റായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ശരിക്ക് ഈ സഫാരി നടക്കുന്നത് റാസൽ ഖൈമയിലെ നക്കീലിൽ നിന്നും ഏകദേശം ഒരു 30-35 കിലോമീറ്റർ മാറി ജസീറ എന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ നിന്നും കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് വേണം ഇനി നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട്. പോകുന്ന വഴിയിൽ നല്ല രസമാണ്. വളഞ്ഞു പൊളഞ്ഞു പോകുന്ന പാതകളാണ് മൊത്തമായിട്ടുള്ളത്. കൂടാതെ വശങ്ങളിലൊക്കെ വൃക്ഷങ്ങളൊക്കെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. വഴിയിൽ മരുഭൂമിയിലെ ഒട്ടകങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ തന്നെ ഈ അറേബ്യൻ ഓറക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന നീണ്ട കൊമ്പുള്ള ഒരു തരം മാൻ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും ഇവിടെ. ഇതെല്ലാം കടന്ന് ഞങ്ങൾ ആ സഫാരി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടെയാണ് അതിൻ്റെ കേന്ദ്രം. ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി വന്നതാണ്. റാസൽ ഖൈമയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങളിവിടെ എത്തിച്ചത് ഇദ്ദേഹമാണ്, മിസ്റ്റർ ജമാൽ. ഹായ്, താങ്ക് യു. ഇവിടെയാണ് സഫാരി നടത്തുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബാക്കി പരിപാടികളെല്ലാം ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ മണലിൻ്റെ ഉള്ളിലേക്ക് ആയിരിക്കും ചിലപ്പോൾ. ഞങ്ങൾ അദ്ദേഹം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഓക്കെ. ഈ വലത്തുവശത്ത് കാണുന്നതാണ് ഇവരുടെ ഓഫീസ്. ഇവിടെയാണ് റിസപ്ഷനൊക്കെ ഉള്ളത്. നമ്മളിവിടേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം ഇവർ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചെറുതായിട്ടൊരു വിവരണം ഇവർ നൽകും. കൂടാതെ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ചായ വേണമെങ്കിൽ ചായ തരും, ഗാവ വേണമെങ്കിൽ ഗാവ തരും, ഈത്തപ്പഴം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സഫാരി നടക്കുന്ന ഏരിയ. ഇവിടെ കുടാ ബൈക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡെസേർട്ടിൽ ഓടിക്കുന്ന ബൈക്കുണ്ട്. അതിന് 130 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ഇവർ. പിന്നെ ഇപ്പോൾ ഇവിടെ ക്യാമൽ റൈഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ക്യാമൽ റൈഡിങ്ങിലേക്ക് പോവുകയാണ്. അത് ചെയ്യാൻ വേണ്ടി ആ ബൈ വിളിച്ചുകൊണ്ട് പോകണം നമ്മൾ. റാസൽ ഖൈമയിലെ ഈ സഫാരിക്ക് 150 ദിറംസാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഞാൻ 130 രൂപ എന്ന് തെറ്റായിട്ട് പറഞ്ഞതാണ്. 130 ദിറംസാണ് ആ ബൈക്ക് ഓടിക്കാനായിട്ട് കൊടുക്കേണ്ടത്. ഈ നേരെ കാണുന്ന സ്ഥലത്താണ് ബെല്ലി ഡാൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ഇരുവശങ്ങളിലും കാണുന്ന ചെറിയ ചെറിയ ഷെഡുകളെല്ലാം ഇവിടെ സഫാരി മാത്രമല്ല ഉള്ളത്, ഓവർനൈറ്റ് സ്റ്റേ ഉണ്ട്. രാത്രി ആർക്കെങ്കിലും താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഈ ചെറിയ ഷെഡുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഇവർ. ആണിത് നമ്മുടെ സോണി ബായും നെൽവിനും അതിനകത്ത് കയറാൻ പോവാണ്. സോണി വളരെ പാടുപെട്ട് കയറുകയാണ്. ഇനി നെൽവിൻ കയറും. പാവം ആ ഒട്ടകം കരയുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ അവരെ ചീത്ത വിളിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ തൻ്റെ പുറത്ത് കയറിയതിനുള്ള പ്രതിഷേധം രേഖപ്പെടുന്നതായിരിക്കും. എന്തായാലും ഞങ്ങളെല്ലാവരും ആ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്ര ആസ്വദിച്ചു. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ യാത്ര. ഒരു 1-2 മിനിറ്റ് മാത്രമേ ഉള്ളൂ യാത്ര. ഈ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള യാത്ര ഈ സഫാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാശ് കൊടുക്കേണ്ട വന്നില്ല. ഇനി കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം കൂടി അവർ യാത്ര നീട്ടുമായിരിക്കും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയൊക്കെയാണ് ഇതൊക്കെ. അവിടെ ചെറിയ കളിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇത് സാൻഡ് ബോർഡിങ്. അവിടെ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങി വരാം. അങ്ങനെ അതാണ് സാൻഡ് ബോർഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സാൻഡ് ബോർഡിങ് ആണ്. ഇതിൻ്റെ ഈ മണലിൻ്റെ മുകളിൽ കൂടെ മുകളിലേക്ക് കയറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മുകളിൽ വരെ കയറണം. അവിടെ കയറിയാലാണ് നമ്മൾ സാൻഡ് ബോർഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം, അവിടെ ചെന്ന് നോക്കാം. ഇവിടുന്ന് മുകളിലേക്ക് കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. നിസാര കാര്യമല്ല. സാൻഡ് ബോർഡിങ് അങ്ങനെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇത് നിന്ന് നമുക്ക് താഴത്തേക്ക് പോകണ പരിപാടി. അത് നമുക്ക് പറ്റില്ല. നമുക്ക് ബാലൻസ് കിട്ടില്ല നിന്ന് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം നമ്മളത്. അത് വേണ്ടാന്ന് വെച്ചു. സാൻഡ് ബോർഡിങ് ചെയ്യാനായിട്ട് ആ മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറിയപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. തന്നെയുമല്ല, ഉണങ്ങിക്കിടക്കുന്ന മണലിൽ നമുക്ക് സാൻഡ് ബോർഡ് ചെയ്യാൻ പറ്റില്ല. സാൻഡ് ബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മണലിൽ ചെറുതായിട്ടൊരു നനവ് വേണമെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഒരു മലയാളി ചേട്ടനാട്ടോ. ഇത് നമ്മുടെ വയ്ക്കംകാരനാണ് അദ്ദേഹം. വയ്ക്കം വെച്ചൂരുള്ള ആളാണ്. അദ്ദേഹം ഈ സഫാരിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ കണ്ടപ്പോഴാണ് പരിചയപ്പെട്ടത്. പേരെന്താ? റെജി എന്നാണ് പേര്. ഇടയാഴം. ഹോട്ട് ഡ്രിങ്ക്സുകളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 5 വർഷമായി. ഇവിടെ തന്നെയാണോ ഈ സഫാരി തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഇപ്പോൾ? 5 വർഷത്തിന് മുകളിലായോ? നമ്മളിപ്പോൾ ഇവിടെ അറിയണത് സഫാരി. ഇവിടുത്തെ റാസൽ ഖൈമയിൽ ദുബായ് അബുദാബിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്.
ഇവിടെ അറബികളുടെ തനതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ഇതിന് പ്രത്യേകം പൈസ കൊടുക്കണം. സാൻഡ് ബോർഡിങ്ങിനും ഒട്ടക സവാരിക്കും നമുക്ക് പൈസ കൊടുക്കേണ്ടതില്ല. ചായ കഴിക്കണ ചായ ഉണ്ട്. നമ്മുടെ സോണി സാർ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു സഫാരിയാണ് അടുത്ത്. ഞങ്ങൾ സഫാരിക്ക് പോയിട്ട് വരാം. ഓക്കെ. ഈ റാസൽ ഖൈമയിലെ ഡെസേർട്ട് സഫാരി ശരിക്കും ആരംഭിക്കുന്നത് 4:30 മുതൽ 8:30 വരെയാണ് ഇതിൻ്റെ സമയം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. 8:30 ആകുമ്പോൾ നമ്മളെ ഇവിടുന്ന് ഇവർ തിരിച്ചു കൊണ്ടുപോകും. മരുഭൂമിയുടെ നടുക്കെത്തിയിരിക്കുകയാണ് ഗൈസ്. കാരണം ആൾക്കാരൊക്കെ മോളിൽ കയറി കയറുന്നത്. ഹലോ, ഇങ്ങോട്ട് കാണാം. മരുഭൂമിയുടെ 360 ഡിഗ്രി കറക്കമാണ് കാണുന്നത്. വരാം. സൂപ്പർ, അടിപൊളി. അതെയോ? Yeah, sure. ഹായ്, ഞങ്ങളങ്ങനെ മരുഭൂമിയുടെ നടുക്ക് വന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മരുഭൂമിയാണ്, ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇവിടെ അകത്ത് വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയുള്ളൂ. വഴിയൊന്നും ഒന്നും അറിയാൻ പറ്റില്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ അത് സൂം ചെയ്യണം.
ഞങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സീറ്റൊക്കെ അവിടെ റെഡിയാണ്. ഉണ്ടോ, തുടങ്ങാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BBQ കൗണ്ടർ ഉണ്ട് അവിടെ. അവിടെ തന്നെ സ്നാക്സ് റെഡിയാവും. ഞങ്ങൾ സ്നാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് സഫാരി കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ അമ്മ എന്തോരം വിളിച്ചിട്ട് അത് പോകുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക ഞങ്ങളുടെ കൂടെ തന്നെ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. ഞങ്ങൾക്കുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോളും സമൂസയും അതുപോലെ നഗറ്റ്സും പിന്നെ ഫ്രഞ്ച് ഫ്രൈസുമാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ അൺലിമിറ്റഡ് ആണ്, എന്തോരം വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. അതെയോ, നിങ്ങൾ ഫുഡ് ചെയ്യുന്നുണ്ടോ? അതെയോ, ഏതാണ് റെസ്റ്റോറൻറ്റ്? അങ്ങനെ എന്താണ് പരിപാടി? കാറ്ററിംഗ് കമ്പനിയാണ്. ഏതാ? ബ്ലൂ ജിഞ്ചറാ? ശരി. ഇദ്ദേഹം നമ്മുടെ കൊല്ലത്തുള്ള ആളാണ് കേട്ടോ. അദ്ദേഹം ഉള്ളത് അഞ്ചൽ. ഓക്കെ. Everybody, get those hands clapping. Come on. Clap, clap, clap. Come on. Everybody, keep cheering, keep clapping. Come on. Where's energy, guys? Come on, keep those hands clapping. Come on. ഈ ബെല്ലി ഡാൻസ് നടക്കുമ്പോഴും ഈ ഫാൽക്കണെ കൊണ്ടുവന്നപ്പോഴും ഒക്കെ ഇതിൽ കൂടെ ഒരു കുട്ടി ഓടി നടക്കുന്നുണ്ട്, പെൺകുട്ടി.
ശരിക്കും നമ്മുടെ മാമാട്ടി കുട്ടിയമ്മയെ പോലെ തന്നെ ഇരിക്കുന്നു, ബേബി ശാലിനിയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. ഭയങ്കര രസമാണ് കാണാൻ അതിനെ. Come on. Come on.
റാസൽ ഖൈമയിലെ ഡെസേർട്ട് സഫാരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.